ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ CA ഇൻ്റർമീഡിയറ്റിൻ്റെ പേപ്പർ 2 ആയിട്ടുള്ള കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ 1 പ്രിലിമിനറി നമ്മൾ ഇന്ന് പഠിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലോട്ട് ചോദിക്കുകയും ചെയ്യണം കേട്ടോ. ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന വഴിയായിട്ട് നമുക്ക് എന്തൊക്കെ ലേണിംഗ് ഔട്ട്കംസ് കിട്ടും, നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടും. അതേപോലെ ഈ ആക്ട് ആർക്കൊക്കെ ഏതൊക്കെ കമ്പനീസിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അതേപോലെ ഈ ആക്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ചില വേർഡ്സ് അതിൻ്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കവർ ചെയ്യും. ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് പറയുന്നത്, കമ്പനീസ് ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്, നമ്മളെ കമ്പനീസിനെ സംബന്ധിക്കുന്ന ലോ കാര്യങ്ങളൊക്കെ ഇല്ലേ, കമ്പനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊരു ധാരണ വേണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കമ്പനീസ് ആക്ട് ഫോം ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ കമ്പനീസ് ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട്, 470 സെക്ഷൻസ്, അതേപോലെ 7 ഷെഡ്യൂൾസ് ഉണ്ട്. അതേപോലെ എൻറ്റയർ ആക്ടിനെ 29 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ് കേട്ടോ. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷന് പേരിൽ പറയുന്ന കേട്ടോ. ഇനി സെക്ഷൻ 1 എന്താണ്, കമ്പനീസ് ആക്ടിൻ്റെ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ്, കമൻസ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ. നമ്മൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കൂടെ പറയാം, നമ്മൾ എക്സാമിന് സെക്ഷൻസ് കോട്ട് ചെയ്യണമോ വേണ്ടയോ, അതോ ജസ്റ്റ് സെക്ഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. പല ഫാക്കൽറ്റീസ് നമ്മളോട് പലതായിരിക്കും പറയുക. ചിലർ പറയും സെക്ഷൻസ് കോട്ട് ചെയ്യണം, ചിലർ പറയും സെക്ഷൻസ് കോട്ട് ചെയ്യണ്ട. പക്ഷെ ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുക നിങ്ങൾ മാക്സിമം സെക്ഷൻസ് പഠിച്ചിട്ട് സെക്ഷൻസ് കോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ തെറ്റായിട്ട് ഒരിക്കലും കോട്ട് ചെയ്യരുത്. അതിപ്പോൾ സെക്ഷൻ 1 എന്ന് പറഞ്ഞിട്ടും സെക്ഷൻ 10ൻ്റെ പേര് എഴുതി വെച്ചാൽ തെറ്റല്ലേ, അപ്പോൾ അത് വലിയൊരു തെറ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൻ്റെ പേര് എക്സാമിന് എഴുതാവുള്ളൂ. പക്ഷേ നമ്മൾ റിപ്പീറ്റായിട്ട് സെക്ഷൻസ് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫിഡൻ്റ് ആകും നമ്മൾ. അതുകൊണ്ട് മാക്സിമം സെക്ഷൻസ് പേര് പഠിച്ചിട്ട് അത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു പേപ്പർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എഴുതിയിരിക്കുകയാണ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ അങ്ങനെയാണ്. പക്ഷേ അടുത്ത പേപ്പറിൽ ഒരാൾ എന്താണ് എല്ലാ സെക്ഷനും കൃത്യമായിട്ട് അതിൻ്റെ പേരും നമ്പരും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ഇരട്ടി മാർക്കായിരിക്കും ചിലപ്പോൾ അവർക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് സെക്ഷൻസ് എപ്പോഴും കോട്ട് ചെയ്ത് തന്നെ എഴുതുന്നതാണ് കേട്ടോ. ഇനി സെക്ഷൻ 1 എന്താണ് നമ്മൾ ഈ ആക്ടിൻ്റെ എന്താണ് അതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ, അതേപോലെ എന്തുമാത്രം എക്സ്റ്റെൻഡ് ഉണ്ട് അതിന്, അതിൻ്റെ കമൻസ്മെൻറ്റും ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ കമ്പനീസ് ആക്ട് ആർക്കാണ് ആപ്ലിക്കബിൾ ആവുക, ഈ ആക്ടിലോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള കമ്പനിയിലോ. ഏതാണ് പ്രീവിയസ് കമ്പനിയിലോ, കമ്പനീസ് ആക്ട് 1956 എന്നൊരു കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. 1956 ഒരു കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. അത് മാറിയിട്ടാണ് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കമ്പനീസ് ആക്ട് 2013 വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ലോയുടെ ഈ ഒരു ആക്ടിൻ്റെ കീഴിലോ അല്ലെങ്കിൽ 1956 ഉണ്ടായിരുന്ന കമ്പനീസ് ആക്ടിൻ്റെ കീഴിലോ ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ടിന് എല്ലാവർക്കും ബാധകമാണ് എന്ത്, കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 2 പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. നമ്മളുടെ ഈ ഒരു ആക്ടിൽ യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സിൻ്റെയൊക്കെ മീനിങ് എന്താണെന്നാണ് ഈ ഒരു സെക്ഷൻ 2 പറയുന്നത്. ഇതിൽ ഇഷ്ടംപോലെ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാം കവർ ചെയ്യുന്നില്ല, കാരണം നമ്മൾ അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റീവ് ചാപ്റ്റേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മളത് കവർ ചെയ്ത് പോരും. എന്നാലും നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് ഒന്ന് ഇപ്പോൾ നോക്കുകയാണ് കേട്ടോ. ഒന്നാമത്തേത് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ആണ്. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രോസ്പെക്ടസിൻ്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മെമ്മോറാണ്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്കറിയാം, നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നതാണ് AS, അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ദെൻ ഓൾട്ടർ ഓർ ഓൾട്ടറേഷൻ. ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാര്യത്തിലേക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അഡീഷൻ നടത്തുക, അല്ലെങ്കിൽ ഒരു കാര്യം എടുത്തു മാറ്റി കളയുക, അല്ലെങ്കിൽ ഒന്നിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരിക, സബ്സ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആർട്ടിക്കിൾസ് മീൻസ് എന്താണ്, കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ്. നമ്മൾ AOA ഒക്കെ പഠിക്കും നമ്മൾ. അതെന്താണ്, ഒറിജിനലി ഫ്രെയിംഡ് അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ടൈം ടു ടൈം അനുസരിച്ച് നമ്മൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താറില്ലേ, ഓൾട്ടറേഷൻസ് വരുത്തും, അതുണ്ട്. അതേപോലെ അപ്ലൈഡ് ഇൻ പർസ്യൂവൻസ് ഓഫ് എന്താണ്, പ്രീവിയസ് കമ്പനിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ആക്ട് പ്രകാരമായിരിക്കും അത് വന്നിട്ടുണ്ടായിരിക്കാം. ദെൻ അസോസിയേറ്റ് കമ്പനി എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയിൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷെ അതെന്തല്ല, ഒരു സബ്സിഡറി കമ്പനി അല്ല. സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് 20% ഓഫ് കൺട്രോൾ ഒരു കമ്പനിക്ക് വേണം. അതെന്താണ്, വോട്ടിംഗ് പവറിലാകാം, അല്ലെങ്കിൽ
മറ്റ് കൺട്രോളിലോ ബിസിനസ്സിന് ഡിസിഷൻ എടുക്കാനുള്ള ഇപ്പം എ എന്ന് പറയുന്ന കമ്പനിക്ക് ബി എന്ന കമ്പനിയിലെ വോട്ടിംഗ് പവറിൻ്റെ 20% ആരുടെ കയ്യിലാണ് എ എന്ന കമ്പനിയുടെ കയ്യിലാണെങ്കിലും എന്ത് നമുക്ക് പറയാം, ബിയുടെ ഒരു അസോസിയേറ്റ് കമ്പനിയാണ് എ എന്ന് നമുക്ക് പറയാം. അതേപോലെ അസോസിയേറ്റ് കമ്പനിയിൽ എന്തും കൂടെ വരും, ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയും കൂടെ വരും. ദെൻ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്താ പഠിക്കുന്നത്, നമ്മൾ പഠിക്കാറുണ്ട് എസ് എ ഓഡിറ്റിംഗ്, നമ്മൾ ഇഷ്ടം പോലെ എസ് എ പഠിക്കാറുണ്ട്. അതാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓർ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ തന്നെ പലതരത്തിലുണ്ട്. ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, പെയ്ഡപ്പ്, ഫുള്ളി പെയ്ഡപ്പ്, പാർട്ട്ലി പെയ്ഡപ്പ്, അങ്ങനെ പലതുണ്ട് ക്യാപിറ്റൽ തന്നെ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ എത്ര രൂപയാണോ നമ്മൾ ക്യാപിറ്റൽ ഓതറൈസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുക. അതായത് ഒരു കമ്പനിക്ക് മാക്സിമം പ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആണ് എന്ത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ബോർഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും കൂടി ഒരു കളക്റ്റീവായിട്ടുള്ളൊരു ബോഡി. ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ അതിനകത്ത് വരാറുണ്ട്. നമ്മൾ എത്ര മണി നമുക്ക് കിട്ടി, എത്ര നമ്മൾ ചിലവഴിച്ചു, അതിൻ്റെ ഒരു റെക്കോർഡ് വരാം. അതേപോലെ നമ്മുടെ പർച്ചേസ് എത്ര, സെയിൽസ് എത്ര, നമ്മുടെ അസറ്റ് ലയബിലിറ്റി, നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഓഫ് കോസ്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് എന്തിൽ വരിക, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വരിക. പിന്നെ കോൺട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തോ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ട് അയാൾക്കൊരു ലയബിലിറ്റി ഉണ്ട്. എപ്പോഴാണ് ഒരു കമ്പനി അതുകൊണ്ട് പോകുന്ന സമയത്ത്, അത് നിർത്തി പോകുന്ന സമയത്ത് കമ്പനിയുടെ അസറ്റ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ബാധ്യതയുള്ള ആൾ ആരാണോ അയാൾ നമുക്ക് എന്തെന്ന് പറയാം, കോൺട്രിബ്യൂട്ടറി എന്ന് പറയാനായിട്ട് പറ്റും. അതേപോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇയർ. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ, ഒരു ബോഡി കോർപ്പറേറ്റിൻ്റെ ഫിനാൻഷ്യൽ ഇയറിൽ സാധാരണ രീതിയിൽ അത് എൻഡ് ചെയ്യുന്ന എപ്പോഴാണ്, എല്ലാ വർഷവും മാർച്ച് 31 പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ജനുവരി 1 കഴിഞ്ഞിട്ടാണ് ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ആകുന്നത് എന്നുണ്ടെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ മാർച്ച് എൻഡ് ആയിരിക്കില്ല അവരുടെ ഫിനാൻഷ്യൽ ഇയർ. എപ്പോഴായിരിക്കും, അത് കഴിഞ്ഞ് വരുന്ന ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും അവരുടെ ഫിനാൻഷ്യൽ ഇയറിലെ മാർച്ച് എൻഡ് ആയിരിക്കും അവരുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡായിട്ട് വരിക. അതേപോലെ ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് നമുക്ക് എന്തുമാത്രം റിസർവ് അവൈലബിൾ ആയിട്ടുണ്ടോ അതാണ് എന്ത്, ഫ്രീ റിസർവ്. ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാ ഡെഫിനിഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടില്ല. പക്ഷെ മുമ്പോട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ കവർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഈ ഡെഫിനിഷൻസ് ഓട്ടോമാറ്റിക്കലി കവറായി പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെറുതെ അതിന് വേണ്ടിയിട്ട് സമയം കളയാത്തത്. പക്ഷേ എന്തായാലും നമ്മൾ ഈ എക്സാമിൻ ടൈമിലോ അതിന് മുമ്പോ ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമല്ലോ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള MCQ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കണം. ഈ ചെറിയ MCQs ചെയ്തിട്ട് വലിയ MCQs ചെയ്യണം. എപ്പോഴും ചെറുത് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത്, വലുതും നമ്മൾ ചെയ്ത് നോക്കണം. എങ്കിൽ ഇങ്ങനെ ലെന്തി ആയിട്ടുള്ള MCQs ഉണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്ത് നോക്കണം. ചിലപ്പം എല്ലാ ആൻസേഴ്സും ഒരേപോലെ ആയിരിക്കും, ചെറിയൊരു ഡിഫറൻസേ കാണുകയുള്ളൂ, അത് നമ്മൾ നോട്ട് ചെയ്യാതെ പോകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റിയാലും നമ്മൾ പിന്നെയും ചെയ്യുമ്പോൾ നമ്മൾ ശരിയാക്കുകയുള്ളൂ. അപ്പം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിലുള്ള MCQs ആവട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് എന്നുള്ളത് ടെക്സ്റ്റ് തന്നെ ഒന്ന് കൈകൊണ്ട് ഓടിച്ചൊന്ന് വായിച്ച് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്, ഈ ഒരു സെൻറ്റൻസ് കൊള്ളാം, എക്സാമിന് എഴുതിയാൽ നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസ് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് അതൊന്ന് പഠിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ പുറകിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നമുക്ക് വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. എല്ലാവരും ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്ത് പോരണം കേട്ടോ. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.